നമസ്കാരം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ധനകാര്യ വകുപ്പിനെ മറികടന്ന് പുറത്തു നിന്നുള്ള സ്വകാര്യ പാനലിനെ കൊണ്ട് ധവളപത്രം തയ്യാറാക്കിയ നടപടിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് UDF സർക്കാരിനെതിരെ VD സതീശനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പുറത്തിറക്കിയ ധവളപത്രത്തിലെ ക്രമപ്രശ്നങ്ങളെയും അതിലെ രഹസ്യ സ്വഭാവത്തെയും കുറിച്ച് KU ജനീഷ് കുമാറും മുഹമ്മദ് റിയാസും നടത്തിയ ഒരു സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകളുടെയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും പ്രവർത്തന രീതികളെ പോലും അംഗീകരിക്കാത്ത രീതിയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് എന്തായാലും ആ വീഡിയോയിൽ അവർ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ഞാനാണ് ശരി എന്ന മനോഭാവമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നും ഇത് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റായി മാറിയെന്നുമൊക്കെ നേതാക്കൾ VD സതീശനെതിരെയും ധവളപത്രത്തിനെതിരെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പരിഹാസവും അതിന് ജനീഷിന്റെ മറുപടി. ജനീഷ്, ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പുറത്തിറക്കിയ ധവളപത്രം ഇതിൽ ചില ക്രമപ്രശ്നങ്ങൾ നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ KM ബാലഗോപാൽ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ആ ക്രമപ്രശ്നം നീക്കിയതിനു ശേഷമാണല്ലോ ധവളപത്രം ഇറക്കേണ്ടി വരിക. അങ്ങനെ പക്ഷെ അത് നീക്കുന്നത് ധവളപത്രം വെക്കുന്നതിനെ സംബന്ധിച്ച ക്രമപ്രശ്നം അത് അതിനു മുമ്പ് തന്നെ നീക്കം ചെയ്തതിനു ശേഷം വെക്കുന്നതിന് പകരം അതിന് മുമ്പ് തന്നെ വെച്ചു. യഥാർത്ഥത്തിൽ മുമ്പും ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. ധവളപത്രം ഇറക്കുന്നതിന് ആരും എതിരാണ്. 2011 ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ, 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരൊക്കെ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ത്രൂ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പുറത്തുനിന്നുള്ള ആളുകളെ വെക്കുന്നു. പുറത്തുള്ള പാനലിൽ നമ്മളാരും റെസ്പെക്ട് ചെയ്യാത്ത പ്രശ്നമല്ല. പക്ഷേ ഇത്രയും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അടങ്ങിയത് ഇതുപോലെ ഒരു ഔട്ട്സൈഡ് വിങ്ങിനെ വെച്ച് ചെയ്യുന്നത് ഗുണകരമാണ്. അല്ല, അതിനകത്ത് സംസ്ഥാന സർക്കാരാണ് ധവളപത്രം ഇറക്കുന്നത്. അപ്പൊ അത് ഇറക്കേണ്ടത് ധനകാര്യ വകുപ്പാണ്. ഇതിനപ്പുറത്തുള്ള ചരിത്രവും അതാണ്. അപ്പം ഈ ഇന്നലകളിലുള്ള കോൺഗ്രസ് ലീഡർഷിപ്പിനെയും കോൺഗ്രസ് ഗവൺമെന്റിനെയും പോലും അംഗീകരിക്കുന്നില്ല. അതിലൊരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് മുൻകാലങ്ങളിലെ ധവളപത്രം ഒക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതെ, പിണറായി വിജയൻ സർക്കാർ മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിനെ മോശമാക്കുന്ന. അതെ 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 ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലും അംഗീകരിക്കുന്നില്ല. ഞാനാണ് ശരി എന്ന ഭാവം തന്നെയാണ് ആ ഒരു നിലയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ട്. ഈ ധവളപത്രത്തെ വായിച്ചിട്ട് അതിന്റെ മറ്റ് വിഷയങ്ങൾ പിന്നീട് പ്രതികരിക്കും. അതെ അതെ, അത് ഒരു ഗൗരവമുള്ള വിഷയമാണ്. സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം അത് തയ്യാറാക്കേണ്ടത് ധനകാര്യ വകുപ്പാണ്. സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പാണ്. അത് പുറത്തുള്ള ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ബാക്കി നമുക്കൊന്ന് വായിച്ചതിനു ശേഷം കൈകാര്യം ചെയ്യാം. ഓക്കെ. ജനീഷ് കുമാറും റിയാസും പങ്കുവച്ച വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്ത് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്ത് ഇത് റീഷെയർ ചെയ്യുന്നത്. ചത്ത് ധവളപത്രം ചത്തു എന്നുള്ളതാണ്. പക്ഷെ ആ പരിഹാസത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ലൈക്കുകളോ ഷെയറുകളോ പിന്തുണയോ ലഭിക്കുന്നില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്ന് കേൾക്കുന്നത്. എന്തായാലും KU ജനീഷ് കുമാർ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് KU ജനീഷ് കുമാറിന്റെ മറുപടി. കൊന്നതാണ്, കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറയുന്നു. ഗർഭചിത്രത്തിനും പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയുടെ ഒരു സ്ക്രീൻഷോട്ടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഒറ്റ അടിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു എന്നുള്ളതാണ്. ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ആ മറ്റേ വാട്സാപ്പ് സന്ദേശത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജനീഷ് കുമാർ ഇങ്ങനെ ഒരു സാധനം അടിച്ചതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം നിശബ്ദനായി എന്നുള്ളതാണ്. അതായത് VD സതീശനെതിരെയും ധവളപത്രത്തിനെതിരെയും വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഒന്ന് VD സതീശനെ പിന്തുണച്ചുകൊണ്ട് VD സതീശന്റെ ഗുഡ് ബുക്കിൽ ഒന്ന് ഇടം നേടി ഒരു റീ എൻട്രി നടത്താൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. പക്ഷെ എന്ത് പറയാനാണ്, KU ജനീഷ് കുമാർ ഒറ്റ അടിക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ കഴിച്ചു എന്നുള്ളതാണ്. ഇനി ധവളപത്രത്തിലേക്ക് വരുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം തൽസ്ഥിതി റിപ്പോർട്ട് എന്ന പേരിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ധവളപത്രം UDFന്റെ നുണകളുടെ തൽസ്ഥിതി റിപ്പോർട്ടായി മാറുന്ന കാഴ്ചയല്ലേ സത്യത്തിൽ ജനങ്ങൾ കണ്ടത്? പ്രതിപക്ഷ നേതാവായിരിക്കെ കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞ സതീശൻ താൻ പറഞ്ഞതൊക്കെ പെരുന്നുണയാണെന്ന് ധവളപത്രത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. 5.07 ലക്ഷം കോടിയെ മാത്രമാണ് നമ്മുടെ കടമെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അതായിരുന്നു കടം എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങളെ മുഴുവൻ സതീശൻ പറ്റിച്ചുകൊണ്ടിരുന്നത്. 1 ലക്ഷം കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞു നടന്ന സതീശൻ ഇപ്പോൾ പറയുന്നു 48,000 കോടിയേ ഉള്ളൂവെന്ന്. ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ, ജനങ്ങളെ പറ്റിക്കാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്ന് തെളിയിക്കുന്നതായി പോയി ധവളപത്രം എന്നുള്ളതാണ്. എന്നാൽ സതീശന്റെ ധവളപത്രം എന്താണ് പറയുന്നത്? 2020-21 40.3% ആയിരുന്ന കടം ഇപ്പോൾ 33.32 കുറഞ്ഞു എന്നല്ലേ പറയുന്നത്? 2004 UDF ഭരിക്കുമ്പോൾ അന്ന് കടം GDP അനുപാതം 42% അതാണ് ഇപ്പോൾ 33.32% മാറിയത്. ആരാണ് കുറച്ചത്? LDF സർക്കാർ.
ഇനി 2000 മുതലുള്ള ഓരോ 5 വർഷത്തെ കടം പെരുകിയ കണക്കെടുത്ത് പരിശോധിച്ചാൽ അപ്പോഴും വെട്ടിലാകുന്നത് ആരാണ്? UDF സർക്കാർ തന്നെയാണ്. 2011-16 സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് കടം ഭീമമായി പെരുകിയത്. നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. 93.26% അന്നത്തെ കണക്ക് പ്രകാരം കടം പെരുകിയത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കടം GSDP അനുപാതം എടുത്താൽ രാജ്യത്ത് ആദ്യ 10 സംസ്ഥാനങ്ങളിൽ പോലും കേരളമില്ല എന്നുള്ളതാണ്. സംസ്ഥാനം കടക്കണിയിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച് കേരളം അപകടകരമല്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു വെച്ചു ധവളപത്രം എന്നുള്ളതാണ്. അതിനൊരു വലിയ ബിഗ് സല്യൂട്ട് LDF-ന് സതീശന് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയും മറ്റും നടപ്പിലാക്കാൻ സതീശൻ പറഞ്ഞിരുന്നത് 20,000 കോടി രൂപയുടെ റവന്യൂ കുടിശ്ശിക പിരിച്ചെടുക്കും. GST-യുടെ കാര്യത്തിൽ സ്വർണത്തിൽ നിന്ന് മാത്രം 15,000 കോടി രൂപ പിരിക്കും. അതുപോലെ തന്നെ IGST ഇനത്തിൽ ഭീമൻ നികുതി ചോർച്ചയാണ്, ഇതൊക്കെ പിരിച്ചെടുക്കും എന്നായിരുന്നല്ലോ. ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ധവളപത്രത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പരാമർശം കണ്ടോ? കേട്ട് കാണില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇന്ദിര ഗ്യാരണ്ടി ഇല്ലെന്ന് ധവളപത്രം ഗ്യാരണ്ടി പറഞ്ഞു എന്ന് ആണ് അത് കണ്ടപ്പോ എനിക്ക് പറയാൻ തോന്നിയത്. ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം കൂടുതൽ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ധവളപത്രത്തിൽ ഉടനീളം കണ്ടത്. കേന്ദ്ര സർക്കാരിന് ഇതിൽ ഒരു പരാമർശവുമില്ല. മോദി സർക്കാർ നടപ്പിലാക്കുന്ന പല സംഭവങ്ങളും ഒക്കെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു സൂചന കൂടി ആ ധവളപത്രം നൽകുന്നില്ലേ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തെ നോക്കുകുത്തിയാക്കിയാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സർക്കാർ നയം പ്രഖ്യാപിച്ചതെന്നും പൂക്കി എന്നാൽ ആക്കി എന്നാണോ മുഖ്യമന്ത്രി എന്നാണ് മന്ത്രിയായിരുന്ന വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. വീണ ജോർജിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. ഗവർണറുടെ നയപ്രഖ്യാപനത്തെ നോക്കുകുത്തിയാക്കി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സർക്കാർ. പുതിയ സർക്കാരിന്റെ യഥാർത്ഥ നയപ്രഖ്യാപനം ഇന്നാണ് നടത്തിയിരിക്കുന്നത് ധവളപത്രത്തിലൂടെ. പെൻഷൻ പ്രായം ഉയർത്തണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കണം അല്ലെങ്കിൽ പൂട്ടണം, നികുതി പിരിവ് വികസിപ്പിക്കണം എന്ന് വേണ്ട കേരളത്തെ വിറ്റഴിക്കത്തക്ക നയ വ്യതിയാനങ്ങൾ തന്ത്രപൂർവ്വം ഉറപ്പിക്കപ്പെടുന്നു. പൂക്കി എന്നാൽ ആക്കി എന്നാണ് ആണോ മുഖ്യമന്ത്രി എന്നാണ് എന്തായാലും വീണ ജോർജ് ചോദിക്കുന്നത്. ബാലഗോപാല് പറയുന്നു സതീശൻ മാപ്പ് പറയണമെന്നാണ്. ഇങ്ങനെയാണ് ബാലഗോപാലിന്റെ പോസ്റ്റ്. മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്ര പ്രകാരം കേരളത്തിന്റെ ഇന്നേ ദിവസം വരെയുള്ള ആകെ കടം 5.07 ലക്ഷം കോടി രൂപയാണ്. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ കണക്കുകൾ കൂടി ചേർത്തിട്ടാണിതെന്നൊക്കെ പറഞ്ഞിട്ട് ധവളപത്രത്തിലൂടെ കണക്കുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഉടനീളം നടത്തിയ തെറ്റിദ്ധാരണപരമായ പ്രചാരണങ്ങൾക്ക് VD സതീശൻ കേരള ജനതയോട് മാപ്പ് പറയണമെന്നാണ് KN ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത്. തോമസ് ഐസക് എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ വർഷം കേരളത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 75% സംസ്ഥാനത്തിന്റെ തനത് വരുമാനമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര വിഹിതം ശരാശരി 50% വരുമ്പോൾ കേരളത്തിന് 1/4 മാത്രമാണ് ലഭിക്കുന്നത്. ഈ കേന്ദ്ര വിവേചനമാണ് ധനപ്രതിസന്ധിയുടെ മൂല കാരണമെങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടർച്ചയെന്നോണം കേന്ദ്രത്തെ വിമർശിക്കാൻ ധവളപത്രം തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗ്രാന്റുകളും പദ്ധതി വിഹിതങ്ങളും ചേർത്തുള്ള മൊത്തം തുകയിൽ കേരളത്തിന്റെ വിഹിതം വെറും 1.9% മാത്രമാണ്. സർവശിക്ഷ അഭയാൻ ഫണ്ട് പിടിച്ചുവെച്ചതിനെ കുറിച്ചോ മറ്റ് കുടിശ്ശികളെ കുറിച്ചോ ധവളപത്രത്തിൽ പരാമർശിക്കുന്നില്ലെന്നും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF കാണിച്ച അതേ കേന്ദ്രാനുകൂല സമീപനം തുടരുന്നത് ആത്മഹത്യാപരമാണെന്നും ഒക്കെയാണ് അദ്ദേഹം എന്തായാലും പറയുന്നത്. അങ്ങനെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും VD സതീശന്റെ ധവളപത്രത്തിനെതിരെ രൂക്ഷമായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ധവളപത്രം അങ്ങനെ അവസാനം അമ്പേ പരാജയമായ ഒരു പത്രമായി മാറുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ന്യായീകരണങ്ങളുടെ ആകെ തുകയായി ഒരു സർക്കാർ മാറുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ നിരാശരാണെന്ന് ഈ നിമിഷത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.